തിരുവനന്തപുരം വർക്കലയിൽ പണിക്കൂലി ചോദിച്ചതിന് വർക്ക്ഷോപ്പ് ഉടമയെ ചുറ്റികൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ക്രൂരമർദ്ദനം. വർക്കല പാലച്ചിറ സ്വദേശിയായ സാജനാണ് മർദ്ദനമേറ്റത്. സംഭവം നടന്ന് 4 ദിവസം പിന്നിട്ടിട്ടും കേസെടുക്കാൻ പോലും അയിരൂർ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. വർക്കല പാലച്ചിറ സ്വദേശിയായ സാജൻ എന്ന വർക്ക്ഷോപ്പ് ഉടമയ്ക്കാണ് പണിക്കൂലി ചോദിച്ചതിന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇരുചക്രവാഹനം ശരിയാക്കി നൽകിയതിന്റെ പണിക്കൂലിയായ 200 രൂപ ചോദിച്ചതിൽ പ്രകോപിതരായ 2 അംഗ സംഘമാണ് സാജനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തിയത്. തുടർന്ന് മുതുകത്തും വാരിയലിനും ചുറ്റിക കൊണ്ട് മർദ്ദിച്ചു. സാജന്റെ ഇടതുകാലിലും ചുറ്റിക ഉപയോഗിച്ചടിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാജൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാൽമുട്ടിന് ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി സാജൻ പറഞ്ഞു. നേരെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തലമണ്ടക്കടിച്ചു. ഞാൻ ഈ അടി കൊള്ളായിരിക്കും ബാക്കിലോട്ട് തിരിഞ്ഞത്. ബാക്കിലോട്ട് തല പിടിച്ചതും എൻ്റെ പുരിയത്ത് അടി കൊണ്ടതിൽ ബോധം കെട്ട് ഞാനങ്ങ് വീണ് ഞാൻ വീണ്ടും ബോധം വന്ന് എണീക്കാൻ നേരത്ത് എന്നെ ചിറ്റിയലിന് ഷോൾഡറിലും എൻ്റെ ഭാര്യയിലും മുതുകിലെല്ലാം ചിറ്റിയലിനെ അടിച്ച് വീണ്ടും തറയിട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എൻ്റെ കാല് ചവിട്ടി ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ESI ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന ഡോക്ടർ പറഞ്ഞ് മുട്ടിൻ്റെ ലെഗ്മെൻറ്റ് പോയി, അതിൽ കുറച്ച് വള്ളികളൊക്കെ കൊണ്ട് എല്ലാം പൊട്ടിപ്പോയി. അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെൺകുളം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന 2 വീലർ വർക്ക്ഷോപ്പിലാണ് അക്രമം നടന്നത്. ഈ മാസം 11 നടന്ന സംഭവത്തിൽ ഇതുവരെയും അയിരൂർ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അക്രമം നടത്തിയവരുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടും നിസ്സംഗത പാലിക്കുകയാണെന്നാണ് പരാതി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാജൻ. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.